ചോറ്. അതേ, മീന് നല്ല മുള്ളുണ്ട്, നോക്കി കഴിച്ചോളാം. ഞാൻ എന്താ കുഞ്ഞു കുട്ടിയാണോ? എനിക്കറിയാം, നോക്കി കഴിക്ക്. ഞാൻ പറയാനുള്ളത് പറ. അയ്യമ്മ തൊണ്ടൊരു മുള്ളു പിടിക്കമ്മ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ മീന് മുള്ളുണ്ടെന്ന്. ഒരു കാര്യം ചെയ്യ്, വെള്ളം കുടിക്കേ. പോയില്ല, പോയില്ലേ? ഈ പഴം കഴിച്ചോക്ക്. പോയില്ല, പോയില്ല. പിടിക്കേ, ഇതങ്ങട് മിണിങ്ങിട്ടെ. പോയി, പോയില്ലേ? അപ്പൊ എന്നെ അമ്മ ഡോക്ടറാവേണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാ, യോഗ ഇതായി പോയില്ലേ. ഇല്ലെങ്കിൽ ഞാനിപ്പോ എവിടെ വല്ല ഹോസ്പിറ്റലിൽ രോഗികളെ നോക്കിയിരിക്കണ്ട ഞാനാ. അയ്യമ്മേ, ഓടിവായമ്മേ. എന്താടി എന്തിനടി കിടന്ന് കരയണേ? എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചു വേദന എടുക്കണം അമ്മ. ഇവിടെ എവിടെ വേദന എടുക്കണ്? ഇവിടെ വല്ല അച്ചാക്ക് എങ്ങാനാവും. അച്ചാക്കൊന്നല്ല, അച്ചാക്കിന്റെ വേദന ഇപ്പുറത്തൂടെ വന്ന് കൈ കൂടെ ഇറങ്ങി ഇതുകൂടെ ഇറങ്ങിപ്പോവും. അതാണ് അച്ചാക്കിന്റെ വേദന. ഇത് ഗ്യാസിന്റെ വേദന അമ്മയ്ക്ക് അറിയാം. അമ്മ ഗ്യാസിന്റെ മരുന്ന് എടുത്തിട്ട് വരാം, അതിനകത്ത് കുടിച്ചാൽ മതി. മാറിക്കോളൂട്ടാ. ഈ ഗുളിക രണ്ടെണ്ണം അങ്ങോട്ട് മിനിങ്ങിട്ടാ മതി. ഗ്യാസൊക്കെ അങ്ങോട്ട് പമ്പ കിടക്കും. കഴിച്ചോ. എങ്ങനെയുണ്ട്? ഇപ്പൊ ചെറിയൊരാശ്വാസമുണ്ട്. ഒരു ഡോക്ടർ തന്നെയാണല്ലോ ഇവിടെ തളച്ചിട്ടിക്കണത്. അമ്മയ്ക്ക് എല്ലാം അറിയാലേ. ഇനി എന്തിനാ കിടന്ന് പോകണേ? എന്താന്നറിയില്ല, കാല് ഭയങ്കര വേദന. ഇവിടെ ഈ ഭാഗത്തായിട്ട് കാലൊടിയൂന്നാ തോന്നണേ. കാല് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഒടിഞ്ഞാണെങ്കിൽ നീര് വന്ന് നിനക്ക് എണീക്കാൻ പറ്റില്ല. ഇതെനിക്ക് തോന്നണത് നീരിറങ്ങിയിട്ടുള്ളതാന്നാ. കാര്യം ചെയ്യാം, മുരിങ്ങയുടെ ഇല എടുത്തോണ്ട് വന്നിട്ട് ഉപ്പും ഇത്തിരി മിക്സ് ചെയ്തിട്ട് തേച്ചാ നീര് വലിഞ്ഞ് പൊക്കോളും. ഇത് നീരിറങ്ങിയിട്ടുള്ളതാ. ഡോക്ടറെ ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അമ്മയ്ക്ക് അറിയാത്തതൊന്നുമില്ലല്ലേ. അല്ല പിന്നെ എന്നിവിടെ തളച്ചിട്ടില്ലേ.